ഈ തെരഞ്ഞെടുപ്പിന് ശേഷം CPM പറയാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ CPM പൊതുവായിട്ട് എല്ലാവരുടെയും വോട്ട് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെയും ഭൂരിപക്ഷത്തിൻ്റെയും എല്ലാ മതവിഭാഗങ്ങളുടെയും എല്ലാ ജാതി മത അല്ലെങ്കിൽ പ്രായ വ്യത്യാസമില്ലാതെ ജെൻഡർ വ്യത്യാസമില്ലാതെ വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്ന തരത്തിലുള്ള ഒരു കണ്ടെത്തലിലേക്കാണ് ആദ്യം CPM എത്തിയത്. അങ്ങനെയാണ് മിക്ക ജില്ലാ കമ്മിറ്റികളിലും ഒക്കെ ചർച്ചകൾ വന്നത്. പക്ഷേ ഈ രാകേഷിൻ്റെ കണ്ടുപിടുത്തം അത് 2016 CPM ജയിച്ചതിന് ശേഷം അവർ നടത്തിയ ഒരു നിഗമനമുണ്ടല്ലോ, അല്ലെങ്കിൽ നടത്തിയ ഒരു ആരോപണമുണ്ടല്ലോ. അതായത് നേമത്ത് അവിടെ അന്ന് O രാജഗോപാൽ ജയിക്കാൻ കാരണം UDFും BJPയും കൂടെ വോട്ട് കച്ചവടം എന്ന് പറഞ്ഞിട്ടാണ് ഈ കാർഡ് ഇറക്കിയത് CPM. ആ 2016 ഇറക്കിയ കാർഡ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഏതൊക്കെ തിരിച്ചടികൾ എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ അത് തന്നെ ഒരു മന്ത്രം പോലെ കോടിയേരി ബാലകൃഷ്ണനാണെങ്കിലും MV ഗോവിന്ദനാണെങ്കിലും സാക്ഷാൽ പിണറായി വിജയനാണെങ്കിലും CPMൻ്റെ ഈ ചാനൽ ചർച്ചകളിൽ വരുന്ന DYFIയുടെ നേതാക്കളാണെങ്കിലും ഉരുവിട്ടുകൊണ്ടിരുന്ന ഒരു മന്ത്രമാണ് അത്. പക്ഷേ അവസാനം അത് തിരിച്ച് UDF അങ്ങോട്ട് പ്രയോഗിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അതായത് പാലക്കാട് BJPയും CPMും തമ്മിൽ ഡീല് എന്നൊക്കെ പറഞ്ഞ് ഈ CPM തന്നെ പൊതുവിൽ ഈ ഒരു പൊതുജന ബോധം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുന്നു, അല്ലെങ്കിൽ വോട്ട് മറിക്കാൻ പറ്റുന്നതാണ് എന്ന് പൊതുജനങ്ങളെ വിശ്വസിപ്പിച്ച അവരുടെ ആ ഒരു തിയറി തന്നെ ഇത്തവണ UDF വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു. ഇവിടെ പിണറായി വിജയന് കേന്ദ്ര BJP നേതാക്കളുമായിട്ടുള്ള ആ സൗഹൃദത്തെ അതൊരു മറ്റൊരു തരത്തിൽ അതിനെ വോട്ടായി മാറ്റാൻ UDFന് കഴിഞ്ഞു. അപ്പോൾ CPM 2016 ഇറക്കിയ കാർഡ് UDF അവർക്കെതിരെ തിരിച്ച് പ്രയോഗിച്ചിട്ട് പോലും ഈ LDF ഇപ്പോഴും ഈ കാര്യം CPMൻ്റെ നേതാക്കൾ ഇപ്പോഴും ഈ കാര്യം മനസ്സിലാക്കുന്നില്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ അകത്തെ ഒരു കൗതുകകരമായിട്ടുള്ള